പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ DNA പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. ജൈനമ്മ തിരോധാന കേസിന് പിന്നാലെ സെബാസ്റ്റ്യന്റെ വീടിന് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് ലഭിക്കുന്നത്. പ്രതി സെബാസ്റ്റ്യന്റെ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ സഹായകമാകുന്നതായിരിക്കും ഫലം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, വിശദാംശങ്ങൾ. അർജുന, ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക പരിശോധനാ ഫലം പുറത്തുവരും. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ഈ അസ്ഥികൂടങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. അത് ഫോറൻസിക് പരിശോധന അയച്ചിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് പുറത്തുവരിക. ഈ പ്രതി സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഇതൊരു ശാസ്ത്രീയ തെളിവ് ഈ കേസിന് ലഭിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ ജയജമ്മ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതി സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ കിണറിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും കണ്ടെത്തിയത്. അതിൻ്റെ പരിശോധന ഫലം ഇന്ന് വന്നേക്കും. ഇത് കേസിനൊരു വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് അല്ലെങ്കിൽ ശാസ്ത്രീയ അടിത്തറ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. എന്തായാലും കേസന്വേഷണത്തോട് സെബാസ്റ്റ്യൻ ഇത് സഹകരിക്കുന്നില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഈ സെബാസ്റ്റ്യൻ ഉള്ളത്. അദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കണ്ടെത്തിയ അസ്ഥികൾക്ക് ഏകദേശം 4 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. എന്നാൽ 2024 ഡിസംബറിലായിരുന്നു ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള ജയജമ്മയെ കാണാതായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ശാസ്ത്രീയ പരിശോധന കയക്കാൻ ഈ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇനിയും സ്ത്രീകൾ ഇരയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ ആലപ്പുഴയിലെ സമീപ ജില്ലകളായിട്ടുള്ള എറണാകുളം, കൊല്ലം, അതുപോലെ കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ സമീപ കാലങ്ങളിൽ കാണാതായ സ്ത്രീകളുടെ വിവരശേഖരണവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെത്തിയ അസ്ഥികളുടെ DNA പരിശോധന ഫലം ഇന്ന് പുറത്തുവരും. അത് കേസിന് സാഹചര്യ തെളിവുകൾ എന്നതിനോടൊപ്പം ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഈ സെബാസ്റ്റ്യൻ. ഏകദേശം 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സംശയം നിഴലിലാണ് നിലവിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ ഉള്ളത്. അതിൽ സാഹചര്യ തെളിവുകൾ കോട്ടയം സ്വദേശിയായിട്ടുള്ള ജയജമ്മയെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യനെ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. എന്നാലും ഈ കേസിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ലഭിക്കും അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കും എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതി സെബാസ്റ്റ്യൻ. ശരി. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ DNA പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. ജൈനമ്മ തിരോധാന കേസിന് പിന്നാലെ സെബാസ്റ്റ്യന്റെ വീടിന് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് ലഭിക്കുന്നത്. പ്രതി സെബാസ്റ്റ്യന്റെ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ സഹായകമാകുന്നതായിരിക്കും ഫലം എന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.